കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഹൊസ്ദുർഗ് താലൂക്ക് കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗം പുതിയകോട്ടയിൽ സമാപിച്ചു. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ബസ് വ്യവസായത്തെ തകർക്കുന്ന ഓട്ടോറിക്ഷകളുടെ സമാന്തര സർവീസുകൾ അവസാനിപ്പിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കാഞ്ഞങ്ങാട്ടെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ഫ്ലൈ ഓവർ സ്ഥാപിക്കണമെന്നും കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഹൊസ്ദുർഗ് താലൂക്ക് വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. പുതിയകോട്ടയിലെ ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണൽ ഹാളിൽ വെച്ച് നടത്തിയ യോഗം കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനം ഉണ്ടായിരുന്ന ഒരു കമ്പനി എന്ന് പറഞ്ഞത് അയാളുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. മയിൽ വാഹനം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അത് അയാളുടെ പാലക്കാട് അയാളുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇന്റർവ്യൂവിൽ ബസ് വ്യവസായം നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളെ കുറിച്ച് അയാൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്രയോ ബസ് അയാൾ വിറ്റ് കൈയൊഴിഞ്ഞ് പോയതായും ആ വ്യവസായം നേരിടുന്ന പ്രതിസന്ധികൾ എന്താണ് എന്ന് കൃത്യമായിട്ട് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു. പക്ഷെ അയാൾ പറഞ്ഞു, ഒരുപാട് തലമുറകളെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചിരുന്ന ഒരു ഫ്ലീറ്റ് സർവീസ് ആയിരുന്നു തങ്ങളുടേത് എന്നും ആ വ്യവസായം നഷ്ടത്തിലായിട്ടും അത് കൈവശം വെച്ച് വരുന്നത് അതിനോടുള്ള ഒരു വൈകാരികമായിട്ടുള്ളൊരു സമീപനം കൊണ്ടാണ് എന്നും അയാൾ പറഞ്ഞു. അയാൾ അതിൻ്റെ ഒരു കണക്ക് നിരത്തിയിട്ട് പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ലാഭവും ഇപ്പോൾ വ്യവസായം പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന കാര്യങ്ങളൊക്കെ അയാൾ പറയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ചടങ്ങിൽ ഫെഡറേഷൻ താലൂക്ക് പ്രസിഡന്റ് എം ഹസൈനാർ അധ്യക്ഷനായി. കഴിഞ്ഞ അധ്യയന വർഷം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ബസ് ഉടമകളുടെയും ജീവനക്കാരുടെയും മക്കൾക്കുള്ള ക്യാഷ് അവാർഡും ഉപഹാര സമർപ്പണവും ഡിവൈഎസ്പി നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് GK ഗിരീഷ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി T ലക്ഷ്മണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സത്യൻ പൂച്ചക്കാട് എന്നിവർ സംസാരിച്ചു. താലൂക്ക് സെക്രട്ടറി AV പ്രദീപ് സ്വാഗതവും ട്രഷറർ KV രവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.